തൊഴിൽ പരമായിട്ടുള്ളൊരു ഉന്നമനം തീർച്ചയായിട്ടും ഉണ്ടാകും, നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഒരു പ്രയത്നം, ആ പ്രയത്നത്തിന് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ ഫലം ഉണ്ടാകുന്നതായിരിക്കും. നിരവധി തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുമായി അടുത്തിടപഴകുവാനും അത് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു വർഷമാണ്. അത്തത്തിനെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള പുരോഗമനം നിങ്ങൾക്ക് അതിൽ നിന്നും നേടിയെടുക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായി. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ അമൽ സനാതനം. നമ്മൾ 27 നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികളുടെ 2026 വിഷു വർഷക്കാലത്തെ ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉത്തരം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ അധ്യായത്തിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷം എപ്രകാരമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അത്തത്തിനെ സംബന്ധിച്ച് ഉത്തരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറേ ഗുണാനുഭവങ്ങളും എന്നാൽ അതോടൊപ്പം ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകളുമൊക്കെ വരുന്ന ഒരു കാലയളവാണ്. ഈ വേഴമാറ്റത്തിൻ്റെതായ ഗുണങ്ങൾ വരുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നവയിൽ തന്നെ അത്തവും ഉണ്ട്. കാരണം ആ ഒരു കൂറ് മകം പൂരം ഉത്രം കഴിഞ്ഞു വരുന്ന പിന്നെ അത്തം ചിത്ര ജ്യോതി ഇതിലൊക്കെ ഒരു ഈശ്വരാധീന വർധനവ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. പക്ഷെ നമ്മളുടെ കർമ്മഫലവും കൂടി നമ്മൾ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. അത്തം നക്ഷത്രത്തിന് പൊതുവെ വ്യവസായത്തിൽ പുരോഗതി, ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായങ്ങൾ ബിസിനസ്സുകൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു പുരോഗതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു വർഷമാണ് അത്തത്തിനെ സംബന്ധിച്ച് ഈ ഒരു വിഷു വർഷം എന്ന് പറയുന്നത്. ആരോഗ്യം മെച്ചപ്പെടും വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അത് ആബാലവൃദ്ധം ജനങ്ങളിലായിരുന്നാലും എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്ന ഒരു കാലയളവാണ്. കലാകാരന്മാർക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ്, കലാകാരന്മാർക്കും കലാകാരികൾക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ വിഷു വർഷം എന്ന് പറയുന്നത്. അതുപോലെ സഹോദരന്മാരുടെ സ്ഥാനത്ത് കാണുന്നവരോ അവരിൽ നിന്നൊക്കെ സങ്കടകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനൊക്കെ ഈ വിഷു വർഷക്കാലത്തിൽ സാധ്യതയുണ്ട്. അതുപോലെ നല്ല സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുവാനും ഈ ഒരു കാലയളവിൽ സാധ്യതയുണ്ട്. കടബാധ്യതകൾക്ക് വളരെയധികം കടങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ കടബാധ്യത ആദ്യത്തെ ഒരു 6 മാസങ്ങൾ പിന്നിട്ടതിനു ശേഷം മാത്രമേ ആ കടബാധ്യതകളൊന്ന് കുറഞ്ഞു വരികയുള്ളൂ. വിദ്യാഭ്യാസപരമായ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഈ കലാപരമായ വിദ്യ അഭ്യസിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നൃത്തം, അതുപോലെ സംഗീതം, വാദ്യോപകരണങ്ങൾ ഇങ്ങനെയൊക്കെ ഈ തരത്തിലുള്ള വിദ്യകൾ ഉപാസിക്കുന്നവർക്ക് ഈ ഒരു കാലയളവിൽ നിരവധി തരത്തിലുള്ള ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. കാരണം ഒരുപാട് പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുമായി അടുത്തിടപഴകുവാനും അതുപോലെ തന്നെ നല്ല സാധ്യതകൾ, നല്ല പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുമായിട്ട് നിങ്ങൾക്ക് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുവാനും ഒക്കെ സാധ്യത ഉള്ള ഒരു കാലയളവാണ്. മത്സര പരീക്ഷകളിൽ അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല തോതിലുള്ള വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഒരു പ്രയത്നം, ആ പ്രയത്നത്തിന് തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ ഫലം ഉണ്ടാകുന്നതായിരിക്കും. കുടുംബ സംബന്ധമായി കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും മാതാവിനോ പിതാവിനോ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ ആശുപത്രിവാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വലിയ പ്രശ്നങ്ങളിലോട്ട് പോകും അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ആശുപത്രി വാസത്തിന് സാധ്യത ഉണ്ട്. തൊഴിൽപരമായി നിരവധി നാളുകളായി തൊഴിൽ അന്വേഷകരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ മേഖല ഈ ഒരു വിഷുവർഷ കാലയളവിൽ പ്രത്യേകിച്ചും കന്നി തുലാം മാസങ്ങളിൽ നിങ്ങൾക്ക് തൊഴിൽ പരമായിട്ടുള്ളൊരു ഉന്നമനം തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിലവിൽ പ്രൈവറ്റ് ഫേമിലായിരുന്നാലും അതുപോലെ തന്നെ ഗവൺമെൻറ് ഫേമിലായിരുന്നാലും വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ അടുത്ത ഒരു കൊളീഗിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്നും ദോഷകരമായ ഒരു അനുഭവം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് പോകുവാനായിട്ട്. വിവാഹത്തിന് അത്തം നക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തുലാമാസത്തിനു ശേഷം ഗുണകരമായ സമയമാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന ഒരു പങ്കാളിയെ തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
പ്രണയപരമായി പ്രണയത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഉള്ള ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മറ്റൊരാൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത്. പുതിയ ആത്മബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ ഒക്കെ ഈ കാലയളവിൽ നിങ്ങൾക്ക് വരുവാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്. വിദേശ ജോലിക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കഴിവതും ഈ ഒരു വിഷു വർഷക്കാലത്തിൽ ആദ്യത്തെ ഒരു 7 മാസക്കാലത്തിന് ശേഷം പ്രയത്നിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം. വ്യാവസായികപരമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വ്യവസായത്തിൽ പുരോഗതി ഉണ്ടാകുന്ന പുതിയ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം വളരെ ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്കത് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. നല്ല രീതിയിലുള്ള പുരോഗമനം നിങ്ങൾക്ക് അതിൽ നിന്നും നേടിയെടുക്കുവാനും തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും. ആരോഗ്യ സംബന്ധം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു കാലയളവ്, അത് ഈ ചെറിയ കുട്ടികൾ മുതൽ വലിയ വ്യക്തികൾ വരെ ഉള്ളവർക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ആയുർവേദം അതുപോലെ സിദ്ധ തുടങ്ങിയിട്ടുള്ള പാരമ്പര്യ ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കൊക്കെ ചെറിയ തോതിൽ ഒരു 3-3.5 മാസക്കാലം, അതായത് മേടം, ഇടവം, മിഥുനം സമയങ്ങളിൽ വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് മാറി ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സ്ഥിതിയായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. പൊതുവെ അത്തനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഗുണകരമായ എന്നാൽ കുറച്ചൊക്കെ മാനസിക സംഘർഷങ്ങൾ വരുന്ന ഒരു വർഷമാണ്. പക്ഷേ ദൈവാധീനം നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും തുണച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ദോഷപരിഹാരാർത്ഥം അത്തനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ മഹാഗണപതിയെ സ്തുതിക്കുന്നതും ഗണപതി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഗണപതിക്ക് വേണ്ട വഴിപാടുകൾ നടത്തി മുമ്പോട്ട് പോകുന്നതും വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശിവനും പാർവതിക്കും വേണ്ട വഴിപാടുകൾ, അത് നിങ്ങളുടെ മനസ്സിനിണങ്ങുന്ന എന്ത് വഴിപാടാണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശിവന് ജലധാര നടത്താം, അല്ലെങ്കിൽ കൂവളമാല, സ്വന്തം കൈ കൊണ്ട് കൂവളമാല കെട്ടി കൊടുക്കുന്നത് വളരെ ഗുണകരമാണ്. ഈ ഒരു വിഷു വർഷക്കാലത്തിൽ അത്തനക്ഷത്രത്തിന് ഭഗവാനും കൂവളമാല കെട്ടി കൊടുക്കുകയും ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം സ്വന്തം കൈകൊണ്ട് കെട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ തന്നെ അത്തനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഹനുമാൻ സ്വാമിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ആഞ്ജനേയ സ്വാമിക്ക് വെണ്ണനേദ്യം, അതുപോലെ തന്നെ ഭഗവാന് വെറ്റിലമാല, 21 വെറ്റില കൊണ്ടോ അല്ലെങ്കിൽ 51 വെറ്റില കൊണ്ടോ ഉള്ള മാല ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് കുങ്കുമം സമർപ്പിക്കുന്നതും, ഈ ആഞ്ജനേയ സ്വാമിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വഴിപാടാണ് കുങ്കുമ സമർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുങ്കുമം സമർപ്പിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും. അതുപോലെ ഹനുമാൻ ചാലീസ കഴിയുന്ന ദിവസങ്ങളിൽ, വ്യാഴാഴ്ച ദിവസങ്ങളായാൽ അത്രയും നല്ലത്, കഴിയുന്ന ദിവസങ്ങളിൽ ഹനുമാൻ ചാലീസ ജപിച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണകരമായിരിക്കും. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീരഭിഷേകം നടത്തുന്നതും ഭഗവാന്റെ പാദങ്ങൾ എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നതും ആപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്നതായിരിക്കും. ഇപ്പോൾ പൊതുവെ അത്തനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷു വർഷക്കാലം ദൈവാധീന വർധനം ഉള്ളത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അതിനെയൊക്കെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എല്ലാ അത്തനക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും മനോഹരമായ എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ നല്ല ഒരു വിഷു വർഷക്കാലം ആശംസിച്ചുകൊണ്ട് അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ ഈ അധ്യായം പൂർത്തിയാകുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ച് നിർത്തുന്നു. നമസ്കാരം.